അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട MLA എന്നെ നെല്ലിക്കുന്ന്, OSA പ്രസിഡൻറ്റും കാസർഗോഡിൻ്റെ പ്രിയങ്കരനുമായ എഹിയച്ച, ഇപ്പോൾ മുനിസിപ്പൽ വൈസ് ചെയർമാനായ KM ഹനീഫ്, പിന്നെ OSAയുടെ ട്രഷറർ MP ഷാഫിച്ച, നമ്മുടെ മുഖ്യാതിഥിയും മറിമായ സീരിയലിൻ്റെ അഭിനേതാവുമായ ഉണ്ണിരാജ്, എൻ്റെ സഹപാഠിയും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ചെയർമാനുമായ നിസാർ തളങ്കര, നമ്മുടെ OSAയുടെ സെക്രട്ടറി TA ഷാഫി, എൻ്റെ സഹപാഠി KM ബഷീറുണ്ട്, എന്നോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒന്നിച്ചു നിന്ന ഞങ്ങളുടെ OSA വനിതാ വിങ്ങിൻ്റെ ട്രഷററായ നസീമ, ബാക്കി സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന സഹോദരന്മാർ, സമയമില്ലെന്നറിയാം, എന്നാലും 2 വാക്ക് പറയാൻ എന്നെ ക്ഷണിച്ചിരിക്കുകയാണ് ഷാഫി. ഇന്നലെയും മിഞ്ഞാന്നും ഞങ്ങൾ 3 ദിവസമായി ഞങ്ങൾ ലേഡീസ് ആഘോഷിക്കുകയായിരുന്നു. ഷാഫി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് OSA പ്രസിഡൻറ്റും OSA സംഘടന ഞങ്ങൾക്കൊരു പരിഗണന തന്നിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് അംഗീകാരം തന്ന് ഞങ്ങളെ OSAയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം കൂടിയുണ്ട് ഞങ്ങൾക്ക്. അതുകൂടാതെ ഞങ്ങൾ 3 ദിവസമായി ഞങ്ങൾക്ക് തന്ന അനുഗ്രഹം ഞങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. ഇന്നലെയും മിഞ്ഞാന്നും ഞങ്ങൾ നടത്തിയ ഫ്ലീ മാർക്കറ്റ് എന്ന പേരിലുള്ള ഈ വനിതകളുടെ സംരംഭം, അത് കാണുമ്പോൾ എനിക്ക് ഒന്ന് ഓർമ്മ വന്നത് 2017 പുറത്തിറങ്ങിയ ചേതൻ ഭഗത്തിൻ്റെ, പ്രശസ്ത ഇന്ത്യൻ നോവലിസ്റ്റായ ചേതൻ ഭഗത്തിൻ്റെ രാധിക എന്ന കഥാപാത്രത്തെയായിരുന്നു. രാധിക എന്ന കഥാപാത്രം നോവലിൽ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യം രാധികയുടെ സ്വപ്നങ്ങളും ആശകളെല്ലാം നഷ്ടപ്പെടുന്ന കഥയായിരുന്നു. പിന്നീട് അവൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അവൾ നല്ല ജോലിയും സമ്പാദിച്ച് നല്ല ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി അവൾ വിജയഗാഥയാണ് നമ്മൾ കാണുന്ന ആ നോവലിലെ അവസാനം. അതുപോലെ സ്ത്രീകളുടെ സംരംഭം ഇന്നലെ അതും ഞാൻ കണ്ടു. നഷ്ടപ്പെട്ട ജീവിതം അവർ തിരിച്ചു പിടിക്കുന്നതായിരുന്നു ഇന്നലെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ ഞാനും എൻ്റെ നഷ്ടപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ടു എന്നല്ല, എൻ്റെ നഷ്ടപ്പെട്ട പഠിത്തം ഞാൻ വീണ്ടും പഠിച്ച് SSLC നല്ല നിലയിൽ കാസർഗോഡിൻ്റെ ഫസ്റ്റ് റാങ്ക് എടുത്ത് കാസർഗോഡിൻ്റെ ടോപ്പ് മാർക്കറായി ഞാൻ വിജയിച്ചു. അതിനുശേഷം 11th and 12th എഴുതി, അതും വിജയിച്ചു. ഇപ്പോൾ ഡിഗ്രി ചെയ്യുകയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി 5 സെം എഴുതിയെങ്കിലും പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി അത് നിർത്തിയത് കാരണം ഞാനിപ്പോൾ ശ്രീനാരായണ ഗുരുവിൽ 4ാം സെമിസ്റ്റർ വിദ്യാർത്ഥിയാണ്. ഇത് പറയാൻ കാരണം ലേഡീസിന് ഒരു പ്രചോദനമാവട്ടെ ഈ ഇന്നലെ നടന്ന സംരംഭങ്ങളും ഇങ്ങനെ പഠിക്കാൻ ഉള്ള ഇതും പ്രചോദനമാവട്ടെ എന്ന രീതിയിൽ പറഞ്ഞതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് നന്ദി പറയാനാണ്. ഇന്നലെയും മിഞ്ഞാന്നും നടന്ന ഫ്ലീ മാർക്കറ്റിന് എല്ലാവിധ സഹകരണവും തന്ന മജീച്ചയുണ്ട്, നൗഷാദ് വായിക്കരുണ്ട്, കുറേ നമ്മുടെ ഗായകരുണ്ട്, സ്റ്റേജിനെ ഫുൾ പവറാക്കിയ ഗായകരുണ്ട്. അവർക്കെല്ലാം സ്റ്റോളിൻ്റെ ആൾക്കാർക്കും പിന്നെ എൻ്റെ OSAയുടെ മെയിൻ പ്രവർത്തകർക്കും
OSAയുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, എല്ലാവർക്കും, എഹിയച്ച, ഷാഫി, ബപ്പിടിയുണ്ട്, പിന്നെ കുറേ ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ലേഡീസ് പ്രവർത്തകരുണ്ട്. അവർക്കും എല്ലാവർക്കും ഞാൻ ഈ വേദി നന്ദി പറയാനായി വിനിയോഗിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.